നമസ്കാരം. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ പഠിച്ച വിഷയത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരുവാൻ അവസരം വന്നു ചേരും. എന്നാൽ പൂർണ്ണമായിട്ടുള്ള രീതിയിലുള്ള തൃപ്തികരമായിട്ടുള്ള ഒരു വിദ്യാലയത്തിലായിരിക്കുകയില്ല. എന്നാലും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുവാനും അതിനോടൊപ്പം ഒരുപക്ഷെ ജന്മനാട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. തൊഴിൽ മേഖലകളിൽ നിന്നും ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയും സാമ്പത്തികമായിട്ടുള്ള വരുമാന മാർഗങ്ങളും കഴിഞ്ഞ 6-7 മാസമായിട്ട് വന്നു ചേരുന്നതിനാൽ ഒരുപക്ഷെ ഇനിയൊരു ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിച്ചാലോ അഥവാ പണി ചെയ്തു വരുന്ന ഗൃഹം വാങ്ങിച്ചാലോ എന്ന തോന്നൽ പല വിധത്തിലും ഉണ്ടാകും. അന്തിമമായിട്ട് ജീവിത പങ്കാളിയുടെ ആശയപ്രകാരം പണി ചെയ്തു വരുന്ന ഗൃഹം അന്വേഷിക്കുവാനും പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനും സാധ്യതയുണ്ട്. പല പ്രകാരത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരുകയും വിദഗ്ധമായിട്ടുള്ള പരിശോധനയിൽ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതശൈലി രോഗങ്ങൾക്ക് ഭക്ഷണ ക്രമീകരണങ്ങൾ അനുവർത്തിക്കാൻ തീരുമാനിക്കും. നിയമവിരുദ്ധമായിട്ടുള്ള പല നടപടികളും തൊഴിൽ മേഖലകളിൽ നിന്നും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും വ്യക്തമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കുവാനും നിയമജ്ഞന്റെ നിർദ്ദേശപ്രകാരം അപേക്ഷകൾ നൽകുവാനും ഇടയുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും പരമാവധി ഒഴിവാക്കേണ്ടതാണ്. ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് സൗമ്യ സമീപനം, ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള ആശയങ്ങൾ, വിജ്ഞാനപ്രദമായിട്ടുള്ള ചിന്തകൾ ഇതെല്ലാം തന്നെ ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് അത് ലക്ഷ്യപ്രാപ്തി നേടുവാൻ മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. തീരുമാനങ്ങളിൽ ഔചിത്യം ഉണ്ടാകുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. പ്രായോഗിക വശവും ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളും സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അവലംബിക്കുന്നത് വഴി പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കാൻ സാധ്യതയുണ്ട്. വിനയം, ക്ഷമ, ആത്മസംയമനം എന്നിവ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും അതിജീവിച്ച് വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ എല്ലാം ഏറ്റെടുത്ത് അവലംബിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ അവലംബിക്കാൻ അവസരം വന്നു ചേരും. മക്കൾക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോട് കൂടിയതായിട്ടുള്ള ഉദ്യോഗത്തിന് സാധ്യത കാണുന്നു. ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ദാനധർമ്മങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കാനും അതിന്റെ സമാന ചിന്താഗതിയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ തന്നെ ഇത് മംഗളകരമാക്കി തീർക്കുവാനും ഇടയുണ്ട്. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളെ അതിജീവിക്കുവാനായിട്ട് സുതാര്യതയുള്ള സമീപനവും സ്വല്പ നിയമസഹായവും അവലംബിക്കുവാനിടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ടുള്ള വ്യാപാര, വിപണന, വിതരണ മേഖലകൾക്ക് വിഭാവനം ചെയ്യുവാൻ സാധ്യത കാണുന്നു. വിദേശത്ത് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ജോലിയോടൊപ്പം മംഗളകർമ്മങ്ങളിലും വിരുന്ന സൽക്കാരത്തിലും പങ്കെടുക്കുവാനും വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും വേറെ ചിലർക്ക് പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മംഗളകരമാക്കി തീർക്കുവാനും സാധ്യതയുണ്ട്. ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് ജീവിതചര്യയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ തയ്യാറാകുന്നത് പല വിധത്തിലുള്ള അസുഖങ്ങളുടെ കാരണങ്ങളെയും അതിജീവിക്കാൻ സാധ്യതയുണ്ട്. അസൂയ, മതമത്സരങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. കർമ്മമേഖലകളോട് ബന്ധപ്പെട്ട് പ്രതീക്ഷിച്ചതിലുപരി ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യത്താൽ പദ്ധതിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കാൻ അവസരം വന്നു ചേരും. കാര്യനിർവഹണ ശക്തി, ഉത്സാഹം, ഉന്മേഷം എന്നിവ വർദ്ധിക്കുന്നത് വഴി എല്ലാം മംഗളകരമാക്കി തീർക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ കഴിഞ്ഞ 1-1.5 വർഷമായിട്ട് ഹ്രസ്വകാല വിളകൾക്കനുസരിച്ച് പല വിധത്തിലുള്ള കൃഷി രീതികളും ചെയ്യുകയും
ചിലതിലെല്ലാം പരാജയപ്പെടുകയും എന്നാൽ മറ്റു ചിലതിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുന്നത് വഴി ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. വസ്തുതകൾക്ക് നിരക്കാത്ത പ്രവൃത്തികളിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാൻ യോഗം കാണുന്നുണ്ട്. പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും വിരോധികളായിരുന്ന പലരും അനുകൂലമായുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും. നഷ്ടസാധ്യതകളെ വിലയിരുത്തി വിറ്റുവരവ് കുറവുള്ള ചില വിഭാഗങ്ങളെല്ലാം ഒഴിവാക്കി വിറ്റുവരവുള്ള വിഭാഗം വിപുലീകരിക്കുവാനുള്ള ഒരു അവസരം വന്നു ചേരുവാനും അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിലവിലുള്ള ജോലി സ്ഥലത്ത് രാജിക്കത്ത് നൽകുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ മറ്റു ജോലികൾക്ക് പലതും അവസരങ്ങൾ വന്നു ചേരുന്നുണ്ടെങ്കിലും ചില സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടാകുവാനിടയുള്ളത്. എന്തായാലും മാസത്തിന്റെ ഒടുവിൽ അതൊരു തീരുമാനത്തിൽ എത്തിച്ചേരുവാനും ആ ഒരു ജോലി പ്രവേശിക്കാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിൽ വന്നു ചേരുവാനും വിവിധങ്ങളായിട്ടുള്ള മംഗളകർമ്മങ്ങൾ, പുണ്യതീർത്ഥയാത്രകൾ, വിനോദയാത്ര മുതലായവയും ഇതിനെല്ലാം ഉപരിയായിട്ട് ബന്ധുമിത്രാദികളോടൊപ്പം മാതാപിതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓണാഘോഷം വിപുലമായിട്ടുള്ള രീതിയിൽ ആഘോഷിക്കാൻ അവസരം വന്നു ചേരും. എന്നാൽ പിതാവിന് മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ അസുഖങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് കൂടുതൽ ദിവസം അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വിനോദയാത്രയും പുണ്യതീർത്ഥങ്ങളൊക്കെ ആവാമെങ്കിൽ പോലും മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിലാണ് യാത്ര എങ്കിൽ വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കണം. സ്വയമേവ വാഹനം ഉപയോഗിക്കുന്നതും അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്രയും ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപാകതകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനിടയുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം അവലംബിക്കുന്നത് വഴി ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളെ കൊണ്ട് മാതാപിതാക്കൾക്ക് ഇനി മുതൽ ഒറ്റയ്ക്ക് താമസിക്കാൻ സാധിക്കുകയില്ല ധാരണയോടുകൂടി ചിലർക്ക് ജന്മനാട്ടിൽ അതിനു വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും വേറെ ചിലർക്ക് വിദേശത്തേക്ക് കൊണ്ടുപോകുവാനുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. വിപണന വിതരണ മേഖലകളിൽ 2023-2024 കാലങ്ങളിലൊക്കെ വളരെ ക്ഷയാവസ്ഥകൾ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 6-7 മാസമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുന്നതും ഒരുപക്ഷെ ആധുനിക സംവിധാനം, പ്രചരണ രീതികളെല്ലാം അവലംബിക്കുന്നത് വഴിയും ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുകയും ഈ സെപ്റ്റംബർ മാസത്തിൽ പുതിയതായിട്ടുള്ള ചില കാൽവെപ്പുകൾക്ക് പോലും അവസരം വന്നു ചേരും. സ്വല്പം പണം മുതൽ മുടക്കേണ്ടി വരും എങ്കിൽ പോലും 2025-2026 മുതൽ സ്ഥിരവരുമാന മാർഗം എന്ന സങ്കല്പത്തോടുകൂടി അവസരത്തിന് തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനോ പുതിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനോ സാധ്യതയുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അവസരം ഉണ്ടായിത്തീരും. ദമ്പതികളുടെ ആശയങ്ങൾ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ അപേക്ഷകൾ നൽകുന്നതിന്റെ വെളിച്ചത്തിൽ ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരും. വ്യക്തിത്വ വികസനത്തിന് സ്വയമേവ തയ്യാറാകുന്നത് വഴി പല വിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. അസൂയ മതമാത്സര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി ക്രിയാത്മകമായി പ്രവർത്തിക്കാനുള്ള അവസരം വന്നു ചേരുന്നത് തീർത്തും ഗുണകരമായി തീരുവാൻ തന്നെയാണ് യോഗം കാണുന്നത്. ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കാൻ സാധ്യത കാണുന്നു. ആത്മീയ പ്രഭാഷണങ്ങൾ പല വിധത്തിലുള്ള മാനസികമായുള്ള സംഘർഷങ്ങൾക്കും കുറവ് തോന്നുവാനും ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ളൊരു ആത്മവിശ്വാസം ആർജിക്കുവാനും സാധ്യതയുണ്ട്. നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും.
പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനിട വരുമെങ്കിൽ പോലും പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നത് അത്ര ഉചിതമല്ലാത്തതാണ്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. വിജയ ശതമാനം വർദ്ധിച്ചതിനാൽ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനിടയുണ്ട്. ബന്ധുസഹായത്താൽ മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരം വന്നു ചേരും. കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷവും ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാൻ സാധിക്കും. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് വ്യായാമം, യോഗ എന്നിവ ശീലിക്കുന്നതിന്റെ ഭാഗമായിട്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ബന്ധുവിന്റെ അകാല വിയോഗത്താൽ അതീവ ദുഃഖം അനുഭവപ്പെടുവാനിട വരുമെങ്കിൽ പോലും പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷം പരിഗണിക്കപ്പെടുന്നതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. അവിസ്മരണീയമായിട്ടുള്ള നേട്ടം എല്ലാ മേഖലകളിലും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും അഹംഭാവം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ ആത്മാർത്ഥമായി ചിന്തിച്ചു പ്രവർത്തിക്കുവാനും എല്ലാ കാര്യങ്ങളിലും ഒരു നന്മ കണ്ടെത്തിക്കൊണ്ട് പ്രവർത്തിക്കാനുമുള്ള ഒരു അവസരം വന്നു ചേരുവാനും ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്.